നമ്മൾ പാലപ്പമാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റാഗിയും കൊണ്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഹെൽത്തിയാണ്. ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് റൈസ് ഒന്ന് അവോയ്ഡ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈവനിങ്ങിൽ സാധാരണ ചപ്പാത്തിയൊക്കെയാണ് നമ്മൾ കഴിക്കാറ്. എങ്കിലും അതിലും ഒരു വെറൈറ്റിയാണ്. നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റോടുകൂടി കഴിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണതെന്ന് നോക്കിയിട്ട് വരാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യുകയില്ല. ഹെൽത്തിയുമാണ്. അപ്പോൾ റാഗി കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അല്പം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഞങ്ങൾ പറയുന്ന കപ്പി കാച്ചുക എന്നാണ് കേട്ടോ. അപ്പം നമ്മളിതിന് പകരം റൈസും ചേർക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഏകദേശം ഒരു 1.5-2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് അപ്പത്തിന് സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോഴും ഇത് ചേർക്കുന്നത് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കി കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചോറൊക്കെയാണ് അരച്ച് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം ആദ്യത്തെ പണി ഇത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റോസ്റ്റഡ് റാഗിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പം റാഗി നമുക്ക് പറഞ്ഞു തരേണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ്. നല്ല ഗുണമുള്ള ഇതാണ്. നമ്മൾ റൈസിന് ഒരു ഓൾട്ടർനേറ്റീവ്. അതിനകത്തിന് അല്പം റൈസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് നമ്മുടെ ചോറ് അരച്ച് ചേർക്കണം ഈ 2 ടേബിൾ സ്പൂണും അത്രയേ ഉള്ളൂ. ബാക്കി റാഗിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മെയിൻലി റാഗിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിക്കൊക്കെ പകരം 1-2 ദിവസം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ പ്രോൺ കറിയും ചേരും, സ്റ്റൂവ്, എന്ത് കറികളും പോരും. ഞാൻ ചിക്കൻ സ്റ്റൂ കൂട്ടിയാണ് കഴിച്ചത്. പക്ഷേ ഞാൻ ഇതിൻ്റെ പ്രോൺ കറിയും റെഡിയാക്കി എടുത്താൽ അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കണം. നോക്കൂ, കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതൊന്ന് ചെറിയതായിട്ട് തണുത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് എല്ലാം കൂടെ അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം റെഡിയാക്കി വെക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് കൃത്യം ചൂടൊക്കെ ആറിയിരിക്കും. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് ഞാൻ സാധാരണ അരി അരയ്ക്കുമ്പോൾ അതിനകത്ത് ചോറ് മാത്രമേ ചേർക്കാറ്, അല്ലെങ്കിൽ അവൽ ചേർക്കാം. പക്ഷേ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടല്ലോ. അത് അല്പോടെ ഒന്ന് വെള്ളം വറ്റി വന്ന് ഇച്ചിരി ഒന്ന് കുറുകി വരണം. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ കൈ വിടാതെ ഇളക്കുകയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റേ മാറിപ്പോവും അപ്പത്തിൻ്റെ. നമ്മൾ റാഗിയുടെ അപ്പം കഴിക്കുമ്പോൾ ഞാൻ ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ആ പുളിപ്പ് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അപ്പം സൂപ്പറാണ് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ അപ്പം ഇച്ചിരി ലൂസാക്കിയാണ് നമ്മൾ പാലപ്പത്തിന് എടുക്കുന്നത്. അതിൽ ഇച്ചിരി കുറച്ച് കൺസിസ്റ്റൻസി ഇച്ചിരി ഒന്ന് കുറുകിയ രൂപത്തിൽ അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പവും ചുട്ടെടുക്കാൻ ഞാൻ പാലപ്പാണ് റെഡിയാക്കി എടുത്തത്. പാലപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും. നടുക്ക് നല്ല സോഫ്റ്റുമായിട്ടും ചുമ്മാ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. സ്വാദം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ആ ടേസ്റ്റ് അല്ല കേട്ടോ, നമ്മളെ അരി ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല. അപ്പോൾ ഇതായി, ഞാൻ ഓഫ് ചെയ്തു. അത് ആറാനായിട്ട് വെക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തേങ്ങ കൊത്തി ഇങ്ങനെ ഫ്രോസൺ ചെയ്തായതുകൊണ്ട് ആ തേങ്ങാക്കൊത്തൊന്ന് അടിച്ചെടുക്കുക. ഞാനൊരു 1/2 കപ്പ്, അത്ര വേണമെന്നില്ല കേട്ടോ. പക്ഷേ 1/2 കപ്പ് ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയുടെ എത്രയും കാണും കേട്ടോ. ആ തേങ്ങാക്കൊത്തൊന്ന് അടിച്ച് മാറ്റാം. തേങ്ങ ചിരകിയതാണെങ്കിൽ ഒരുമിച്ചിട്ട് അരച്ചാൽ മതി. ഞാൻ തേങ്ങാക്കൊത്തായതുകൊണ്ട് തന്നെ അതൊന്ന് അടിച്ച് എടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം തേങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ വറുത്ത റവയാണ് കേട്ടോ. വറുത്ത റവയല്ല, വറുത്ത റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ഇത് നോക്കൂ, ഇത് റോസ്റ്റഡ് റാഗിപ്പൊടി. ഞാൻ മേടിച്ച ഡബിൾ ഹോസിൻ്റെ തന്നേ ഉള്ളൂ. ഏതിൻ്റെ ബ്രാൻഡായാലും കുഴപ്പമില്ല. ഇപ്പം റോസ്റ്റഡ് റാഗി പൗഡർ ചേർത്ത് കൊടുത്തു 1 കപ്പ്. ഇനി അതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ അളവിന് മട്ട റൈസ് കുക്ക് ചെയ്തത് ചേർത്ത് കൊടുത്തു.
ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് അടിച്ച് മതി. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പേസ്റ്റാക്കി വെക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കണം. ഞാനൊരു 3/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തു കേട്ടോ. ഒന്ന് അടിച്ചിട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ വെള്ളം അല്പം കൂടെ വേണം ഒന്ന് അടിച്ചെടുത്തപ്പം. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്കത് വെള്ളം അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, കപ്പി കാച്ചി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു ചൂടൊക്കെ മാറി ഒരു ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല. അതും കൂടെ കൂടി ഇത് അടിച്ചെടുക്കാൻ. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ അടിച്ചെടുക്കാം. നോക്കൂ, ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അപ്പത്തിനൊക്കെ ചുട്ടെടുക്കാൻ പരുവത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. മിക്സിയിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഏകദേശം എല്ലാം കൂടെ കൂടി ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് പുളിച്ച് കിട്ടണം നമുക്ക്. അപ്പോൾ രാവിലെയൊക്കെ റെഡിയാക്കി വെച്ചാൽ വെതർ നല്ലതാണെങ്കിൽ നമുക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും. മിക്സിയുടെ അല്പോടെ വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം ചേർത്തു. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. ഇപ്പം തന്നെ പയ്യെ ബബിൾസൊക്കെ വന്ന് തുടങ്ങി. ഇനി നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആയായിരുന്നു കേട്ടോ. ഞാനതിലേക്ക് ഉപ്പ് ചേർക്കാം അല്പം. അത് പൊങ്ങി വന്നത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അത് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തിട്ടില്ലെന്നും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് പാലപ്പച്ചട്ടി വെച്ചിട്ട് ചുട്ടെടുക്കാം. എനിക്ക് റാഗിയുടെ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ്. എനിക്ക് പാലപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് അതിൻ്റെ അറ്റത്തുള്ള ക്രിസ്പിനെസ് ഏറ്റവും ഇഷ്ടം. ചുമ്മാ കഴിക്കാൻ നല്ലതാണ് കേട്ടോ, കറികളൊന്നും ഇല്ലാതെ തന്നെ. നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹെവിനെസ് ഒന്നും തോന്നില്ല. ചപ്പാത്തി കഴിച്ചാലും നമുക്ക് പിന്നെ നമ്മൾ ഈവനിങ്ങിൽ ഇച്ചിരി ലൈറ്റായിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്നത്. ചപ്പാത്തി കഴിച്ചാലും ഒരു ഹെവിനെസ്സൊക്കെ തോന്നും. നമുക്ക് നമ്മുടെ കിളിക്കൂട് പോലത്തെ പാലപ്പം നല്ല സോഫ്റ്റാണ്, അറ്റമൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് പാലപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ. അടുത്തൊപ്പം റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചിക്കൻ സ്റ്റൂ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് പാലപ്പം. സ്റ്റൂ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനൊരു പ്രോൺ തേങ്ങാപ്പാലൊഴിച്ച് കറിയും റെഡിയാക്കിയിട്ട് അതിൻ്റെ റെസിപ്പി ഞാനിടാം കേട്ടോ. അതും സൂപ്പറായിരുന്നു കേട്ടോ പാലപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. ഒത്തിരി ക്രിസ്പി ആകാതെ ഒരെണ്ണം എടുത്തതാണ് ഇത് കണ്ടോ. ഇതിപ്പോൾ അപ്പത്തിൻ്റെ പോലെ ഇരിക്കും.